ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എങ്ങനെയാണ് ബിഗിനേഴ്സിന് ജേർണൽ എൻട്രീസ് എഴുതാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ടൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡി കെ മാർട്ട് ഫർണിഷേഴ്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഡി കെ മാർട്ട് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ജേർണൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത് 1/4/2022 ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് 1,50,000. ഒരു ബിസിനസ് ഡി കെ മാർട്ട് സ്റ്റാർട്ട് ചെയ്തു 1,50,000 ക്യാഷ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആ രണ്ട് ആസ്പെക്ട്സ് എന്താണെന്നുള്ളതാണ്. ഒന്ന് ക്യാഷ് ആണ്, കാരണം ക്യാഷ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെയുള്ള രണ്ട് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ക്യാഷ്, മറ്റേത് ക്യാപിറ്റലാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോഡേൺ റൂൾ ഓഫ് അക്കൗണ്ടിങ് നോക്കിയിട്ടുണ്ടെങ്കിലാണ് ഇത് മനസ്സിലാവുള്ളൂ. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഞാൻ അനലൈസ് ചെയ്യുന്നത് മോഡേൺ റൂളിൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാലാണ് അത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഓൾറെഡി മോഡേൺ റൂളിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വന്നിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് ക്യാഷ്, മറ്റേത് ക്യാപിറ്റൽ. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. ക്യാപിറ്റൽ തന്നെ. ഇനി ഇവിടെ എന്താ ഉണ്ടാവണേ? ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അത്രയും നമ്മുടെ അസറ്റ് ഇൻക്രീസ് ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാപിറ്റലും ഇവിടെ എന്താ ചെയ്തേക്കണേ? ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ പുതിയതായിട്ട് ക്യാപിറ്റൽ വന്നു, അതായത് ക്യാപിറ്റൽ അത്രയും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതാണ് ജേർണലിൻ്റെ ഫോർമാറ്റ്. ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കണം, ജേർണൽ എൻട്രീസ് ഓഫ് അല്ലെങ്കിൽ ജേർണൽ ഓഫ് ഡി കെ മാർട്ട് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ വരയ്ക്കേണ്ടത് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ടൊരു കോളം, പിന്നെ ഡെബിറ്റ് എമൗണ്ട്സ് എഴുതാനൊരു കോളം, ക്രെഡിറ്റ് എമൗണ്ട്സ് എഴുതാനൊരു കോളം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നൊരു കോളം ഉണ്ട്. അത് നമുക്ക് അങ്ങനെ യൂസ് ഉള്ളൊരു കോളമല്ല. ആ കോളം വരയ്ക്കണം, അത് കമ്പൽസറി ആണ്. പക്ഷേ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ആദ്യത്തെ ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞത് 1/4/2022 ആണ്. അത് നമ്മൾ ഡേറ്റ് കോളത്തിലെടുത്ത് എഴുതി. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ക്യാഷ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, DR എന്ന് കൊടുത്തിരിക്കുന്നത് ഡെറ്റർ എന്നാണ് നമ്മൾ പറയുക. എൻട്രി പറയുമ്പോൾ നമ്മൾ ഡെറ്റർ എന്ന് പറയുന്നൊരു എൻട്രിയാണ്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറയുന്നൊരു വേർഡാണ് DR എന്ന് പറയുന്നത്. ടു ക്യാപിറ്റൽ അക്കൗണ്ട്, ഇങ്ങനെയാണ് നമ്മളത് എഴുതേണ്ടത്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്, അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണം. എന്നിട്ട് ക്യാഷ് നമ്മൾ ഡെബിറ്റാണ് ചെയ്തത്, അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ ക്യാഷിൻ്റെ നേരെ 1,50,000 എന്ന് എഴുതാം. ഇനി ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്തത്, അപ്പോൾ ക്യാപിറ്റലിന് നേരെ ക്രെഡിറ്റ് കോളത്തിലായിട്ട് 1,50,000 എഴുതാം. അതിനുശേഷം നമ്മളൊരു ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടൊരു നരേഷൻ കൊടുക്കണം. അതാണ് അതിൻ്റെ താഴെ കൊടുത്തേക്കുന്നത്. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. മിക്കവാറും ആ ട്രാൻസാക്ഷൻ ആയിരിക്കും. ആ ട്രാൻസാക്ഷൻ എന്താണോ അത് അങ്ങനെ തന്നെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ നരേഷനായി. എത്ര ഷോർട്ടാക്കാൻ പറ്റുന്നോ അത്ര ഷോർട്ടാക്കിയിട്ട് എഴുതാൻ നരേഷൻ. അതിനുശേഷം നമ്മൾ ഒരു വര ഇട്ടിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രീസ് ചെയ്തേണ്ടത്. എല്ലാ ജേർണൽ എൻട്രീസിൻ്റെയും ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ വരുന്നത് 5/4/2022 ഗുഡ്സ് വർത്ത് ₹35,000 പർച്ചേസ്ഡ് ഫ്രം മായ ഓൺ ക്രെഡിറ്റ്. മായയുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തു. എത്ര രൂപയുടെ ഗുഡ്സ്? 35,000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ആ ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്ട്സ് നോക്കുമ്പോൾ ഒന്ന് മായയാണ് അല്ലേ. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് അല്ല, പർച്ചേസസ് ആണ്. കാരണം നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ആസ്പെക്റ്റ് വരുന്നത് പർച്ചേസസ് ആണ്. അപ്പോൾ പർച്ചേസസ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അതൊരു എക്സ്പെൻസ് ആണ്. അപ്പോൾ പർച്ചേസസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻക്രീസ് ആണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസസിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി മായ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റിന് വാങ്ങിച്ചു, അതായത് കടമായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ കടമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാളെ പറയുന്ന പേരാണ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലയബിലിറ്റി ആണ്. അപ്പോൾ മായ ഒരു ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താ വരിക എന്നുള്ളത് നോക്കാം. നമ്മൾ ഡേറ്റ് കോളത്തിൽ 5/4/2022 ഇട്ടു. ട്രാൻസാക്ഷൻ നേരെ വേണം ഡേറ്റ് ഇടാനായിട്ട്. ഇവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയേക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസസ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് പർച്ചേസസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു മായാസ് അക്കൗണ്ട്. മായ ലയബിലിറ്റി ആണ്, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. എന്നിട്ട് പർച്ചേസസിന് നേരെ ഡെബിറ്റ് കോളത്തിൽ 35,000, മായയ്ക്ക് നേരെ ക്രെഡിറ്റ് കോളത്തിൽ 35,000.
എന്നിട്ട് നറേഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മായ. ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മായ ഓൺ ക്രെഡിറ്റ് എന്ന് എഴുതിയാലോ അല്ലെങ്കിൽ ആ എമൗണ്ടും കൂടെ കൂട്ടി ആ ട്രാൻസാക്ഷൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാലോ തെറ്റൊന്നുമില്ല. എപ്പോഴും ഷോർട്ടാക്കി എഴുതുന്നതാണ് നല്ലത്. അടുത്ത ട്രാൻസാക്ഷൻ മൂന്നാമത്തെ ട്രാൻസാക്ഷനാണ് 9/4/2022 ആ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI ഫോർ 25,000. 25,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ SBIയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ആ ട്രാൻസാക്ഷനിൽ 2 ആസ്പെക്ട്സ് വരുന്നുണ്ട്. ഒന്ന് ബാങ്കാണ്, മറ്റേത് ക്യാഷ്. നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് എടുത്തിട്ടാണല്ലോ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് ബാങ്ക്, മറ്റേത് ക്യാഷ്. രണ്ടും എന്താണ്? അസറ്റ്സ് ആണ്. ഇനി ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന പുതിയൊരു അസറ്റ് വന്നു. അതായത് നമ്മുടെ അസറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ബാങ്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേസമയം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ലിക്വിഡ് ക്യാഷ് കുറഞ്ഞു. നമ്മുടെ കയ്യിൽ ക്യാഷ് എടുത്തിട്ടാണല്ലോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ക്യാഷ് ഡിക്രീസ് ചെയ്തുകൊണ്ട് തന്നെ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജേണലിൽ വന്നിട്ട് ഡേറ്റ് കോളത്തിൽ ആദ്യം തന്നെ 9/4/2022 ഇടുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ബാങ്ക് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു അസറ്റ് ഉണ്ടായതുകൊണ്ട് ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അടുത്ത ട്രാൻസാക്ഷൻ 15/4/2022 നടന്നിരിക്കുന്നത്. ട്രാൻസാക്ഷൻ വരുന്നത് ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് ₹20,000. 20,000 രൂപയ്ക്ക് ഗുഡ്സ് സെയിൽ ചെയ്തു. ഈ ട്രാൻസാക്ഷനിൽ ക്യാഷ് സെയിൽസ് ആണ് അല്ലേ? അപ്പോൾ 2 ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് സെയിൽസും മറ്റേത് ക്യാഷും. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്, സെയിൽ എന്ന് പറഞ്ഞാൽ ഇൻകമാണ്. ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? സെയിൽ ചെയ്തപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടി. അപ്പോൾ നമ്മുടെ ക്യാഷ് അല്ലെങ്കിൽ ആ അസറ്റ് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി സെയിൽസ് എന്ന് പറയുന്നത് ഇൻകമാണ്. നമുക്ക് പുതിയതായിട്ടൊരു ഇൻകം, സെയിൽ എന്ന് പറയുന്ന ഒരു ഇൻകം വന്നേക്കാണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമുക്ക് അതിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ട്രാൻസാക്ഷൻ്റെ ഡേറ്റ് വരുന്നത് 15/4/2022 ട്രാൻസാക്ഷൻ ഡേറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ക്യാഷ് അസറ്റാണ്. സെയിൽ ചെയ്തപ്പോൾ ക്യാഷ് നമുക്ക് കിട്ടിയതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. സെയിൽ എന്ന് പറയുന്നത് ഇൻകമാണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യണം. അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് പെയ്ഡ് റെൻറ്റ് ₹10,000. 10,000 രൂപ റെൻറ്റ് പേ ചെയ്തു. ട്രാൻസാക്ഷൻ ഡേറ്റ് വരുന്നത് 21/4/2022. അപ്പോൾ ഇങ്ങനൊരു ട്രാൻസാക്ഷൻ വന്നാലും അതിന് 2 ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് ക്യാഷ്, മറ്റേത് റെൻറ്റ്. റെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ക്യാഷ് അസറ്റാണ്. എക്സ്പെൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്തു. റെൻറ്റ് എന്ന് പറയുന്ന പുതിയൊരു എക്സ്പെൻസ് വന്നു. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് എന്തായി? ഇൻക്രീസ് ചെയ്തു. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റെൻറ്റിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ റെൻറ്റ് പേ ചെയ്തപ്പോൾ നമ്മുടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എൻട്രി വരുന്നത് ഡേറ്റ് 21/4/2022. അപ്പോൾ എൻട്രി ഇങ്ങനെയാണ് വരിക. റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എന്നിട്ട് റെൻറ്റിന് നേരെ 10,000 ഡെബിറ്റ് കോളത്തിൽ, ക്യാഷിന് നേരെ 10,000 ക്രെഡിറ്റ് കോളത്തിൽ. നരേഷൻ എന്താണ് വരിക? റെൻറ്റ് പെയ്ഡ്. ലാസ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത് 28/4/2022 പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ₹15,000. 15,000 രൂപയ്ക്ക് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഈ ട്രാൻസാക്ഷനിൽ 2 ആസ്പെക്ട്സ് ആണുള്ളത്. ഒന്ന് ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഫർണിച്ചറാണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആണ്. നമ്മൾ ഗുഡ്സിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസസിനെയാണ് ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ഗുഡ്സ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിൽസിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക. പക്ഷേ ഫർണിച്ചർ പോലെയുള്ള ഫിക്സഡ് അസറ്റുകൾ, ഇപ്പോൾ ഫർണിച്ചർ, വെഹിക്കിൾ, ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പർച്ചേസസിനെ അല്ല നമ്മൾ ഡെബിറ്റ് ചെയ്യുക. കാരണം അത് നമ്മുടെ ഡേ ടു ഡേ ബിസിനസ് ലൈഫിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഗുഡ്സ് ഒന്നുമല്ല. ഇത് നമുക്ക് ഫിക്സഡ് ആയിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട് നമ്മൾ ആ അസറ്റിനെയാണ് ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളൊരു അസറ്റ് എന്ന് പറയുന്നത് ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഫർണിച്ചറിനെ നമ്മൾ അതായത് അസറ്റ് ഇൻക്രീസ് ആയി. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ആയപ്പോൾ ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഫർണിച്ചർ വാങ്ങിയ സമയത്ത് നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ടാണ് ഫർണിച്ചർ വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അത്രയും എന്തായി? ഡിക്രീസ് ആയി. അപ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എൻട്രി ഇങ്ങനെയാണ് ഇത്. ആദ്യം തന്നെ നമ്മൾ ഡേറ്റ് 28/4/2022. അതിനുശേഷം ഫർണിച്ചർ എന്ന് പറയുന്ന പുതിയ അസറ്റ് ബിസിനസ്സിലേക്ക് വന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫർണിച്ചറിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചറിന് നേരെ ഡെബിറ്റ് കോളത്തിൽ 15,000, ക്യാഷിന് നേരെ ക്രെഡിറ്റ് കോളത്തിൽ 15,000.
എന്നിട്ട് നറേഷൻ എഴുതുക, പർച്ചേസ്ഡ് ഫർണിച്ചർ അല്ലെങ്കിൽ പർച്ചേസസ് ഫർണിച്ചറോ അങ്ങനെ എന്തെങ്കിലും നറേഷൻ എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.